ഇല്ല. അല്ല, ഞങ്ങൾ പോയിട്ട് ഇവിടെ തിരിച്ചു വരുമ്പോ പ്രിയങ്ക ഇവിടെ ഉണ്ടാവില്ലെന്ന് മുത്തച്ഛി പറഞ്ഞ് വാക്ക് തന്നതല്ലേ? പിന്നെന്താ? പറഞ്ഞതൊക്കെ സത്യ. പക്ഷെ എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചെന്ന് നിനക്കറിയൂ? എന്നെ കൊണ്ടുപോലെന്ന് പറ അമ്മ. ഞാൻ ഇവിടെ അമ്മ എടുത്ത് നിന്നോളാം. അമ്മ ഇഷ്ടമായതുകൊണ്ടല്ലേ. എന്നെ കൊണ്ടുപോലെന്ന് പറ അമ്മ. എന്റെ കൊച്ചിനെ ഇവിടെ ഇട്ട് കൊല്ലാൻ പോന്നേ. നാട്ടുകാരെ ഓടിവായോ, ഓടിവായോ. സാറേ, സാറ് വലിയ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണല്ലോ. സാർ ഇതിനൊരു ന്യായം പറ. എന്റെ പ്രിയങ്ക മോക്ക് ഇവിടെ നിൽക്കാൻ അവകാശം ഇല്ലെന്ന് പറഞ്ഞ ദേ ഈ നിമിഷം ഇവിടുന്ന് പടിയിറങ്ങും ഞാനും എന്റെ മോളും. എല്ലാരും കൂടി പ്രശ്നമൊന്ന് പെട്ടെന്ന് പരിഹരിക്കാൻ നോക്ക്. നിങ്ങളൊക്കെ പിരിഞ്ഞു വയ്ക്കോളൂ. തൽക്കാലം ഇത് ഒരു കുടുംബ പ്രശ്നം എന്നുള്ള നിലയിൽ വിടാം. അത് കഴിഞ്ഞ് പുറത്തേക്ക് വന്നാൽ നമുക്ക് പറ്റുമെങ്കിൽ പരിഹരിക്കാനുള്ള മാർഗം നോക്കുകയും ചെയ്യാം. മര്യാദയ്ക്ക് അവളെ ഇവിടെ നിർത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ നാണം കെട്ട് തല കുരിച്ചു നിൽക്കേണ്ട കാര്യം വരുമായിരുന്നു. നിങ്ങള് സുകുമാരിയുടെ അടുത്ത് രാജാവ് കളിക്കാൻ വന്നാലേ അതിലും വലിയ കളി അറിയാം സുകുമാരിക്ക്. എന്തൊക്കെയാ മുത്തശ്ശി കേൾക്കുന്നത്? ഇത്രയും കാലം അഭിമാനത്തോടെ ജീവിച്ചിരുന്ന നമ്മുടെ കുടുംബത്തെ ഇങ്ങനെ ഇല്ലാതാക്കിയോ? പിന്നെ എന്തിനാ അവരെ ഇവിടുന്ന് ജീവനോടെ വിട്ടത്? പ്രതികരിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല എല്ലാവരും ഇവിടെ നിൽക്കുന്നേ. നാണം കെട്ട് തല കുനിച്ചു നിന്നു. അതാ സംഭവിച്ചത്. എല്ലാവർക്കും എന്നോട് ദേഷ്യമായിട്ടുണ്ടാവും അല്ലേ മുത്തശ്ശി? ഞാൻ കാരണല്ലേ ഇതൊക്കെ സംഭവിച്ചേ? നീ ഇപ്പൊ കുറ്റം ഏറ്റെടുത്തിട്ട് എന്താ കാര്യം? നിന്നെ എല്ലാവർക്കും മനസ്സിലാവും മോളെ. ചിലപ്പോ കണിമംഗലം കുടുംബത്തിന് ഇങ്ങനൊരു വിധി കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. അതെ, ഇത് വിധിയൊന്നും അല്ല മുത്തശ്ശി. കുട്ടിത്തരം കാണിച്ച് നമ്മളെയൊക്കെ പറ്റിക്കുന്ന അവളും അവളുടെ മുത്തശ്ശിയും കൂടി നമ്മളെയൊക്കെ വേട്ടയാടുക. ഇനിയും ഞാനത് സമ്മതിച്ചു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. ഇപ്പൊ തന്നെ ഞാൻ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാം. എന്താ നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നേ? അവളെ കൊണ്ടുപോയി അവരുടെ മുമ്പിലേക്ക് ഞാൻ വലിച്ചെറിഞ്ഞിട്ട് കൊടുക്കാം. അബദ്ധമൊന്നും കാണിക്കല്ലേ.